നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മുമ്പ് ചിലരെന്നെ പിടിച്ചു കെട്ടാനും തല്ലാനും ഒക്കെ ശ്രമിച്ച ഒരു സംഭവമുണ്ട്. പക്ഷേ അവരാരും എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെക്കുറിച്ച് പിന്നൊന്നും കേട്ടതുമില്ല. എന്തായാലും ഇതിൽ ഞാൻ കാണുന്നത് രണ്ട് സാധ്യതകളാണ്. ഒന്നുകിൽ ഇത് സുരേന്ദ്രനോട് വിരോധമുള്ള ആരെങ്കിലും ചെയ്തിട്ട് അവരെ സംശയിക്കാതിരിക്കാൻ നിന്റെ തലയെ വെച്ച് കിട്ടുന്നതാവാം. അല്ലെങ്കിൽ നിന്നോടുള്ള വിരോധം തീർക്കാൻ നിന്നെയും ആ സുരേന്ദ്രനെയും തമ്മിൽ തെറ്റിക്കാൻ അവർ ചെയ്യുന്നൊരു പണി. രണ്ടായാലും ഇതാരോ പ്ലാൻ ചെയ്തുണ്ടാക്കിയതായിരിക്കും അല്ലേ അച്ഛാ? അതിനെന്താ സംശയം? അല്ലെങ്കിൽ പിന്നെ ഇവൻ ഇന്നലെ ഇട്ടിരുന്ന പോലുള്ള ഷർട്ടിട്ട് ഇവനെ പോലെ ഒരാളെ നിർത്തി ഇങ്ങനെ ചെയ്യൂ? സുരേന്ദ്രനങ്ങളിന് രണ്ട് തല്ല് കിട്ടിയതോ എന്റെ പേരിൽ ആരെങ്കിലും വേഷം കെട്ടിലെടുത്തതോ ഒന്നും അല്ല എന്റെ പ്രശ്നം. ഞാൻ അച്ഛനെ തല്ലിയെന്ന് ദൈവൂട്ടി വിശ്വസിക്കുന്നു. അതിന്റെ പേരിൽ അവൾ എന്നെ തള്ളി പറയുന്നു, മേലിൽ കാണരുതെന്ന് പറയുന്നു. മുത്തശ്ശി അവളുടെ കയ്യിലിട്ട് കൊടുത്ത വള അവൾ ഊരി എറിയുന്നു. ഇതൊന്നും എനിക്ക് സഹിക്കാനാവുന്നതല്ല ചേട്ടാ. സാരമില്ലടാ, നേരത്തെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. മൂകാംബികാ ദേവിയുടെ സ്ഥാനമാണിത്. സത്യമുള്ള മണ്ണ്. കള്ളത്തരത്തിനും വഞ്ചനയ്ക്കും ഇവിടെ താൽക്കാലികമായ വിജയമേ ഉണ്ടാവൂ. സത്യം തെളിയും. കുറച്ച് സമയമെടുത്തിട്ടായാലും നിന്റെ നിരപരാധിത്വം അവർക്ക് ബോധ്യമാകും. അതുണ്ടായില്ലെങ്കിൽ ഞാനാകെ തകർന്നു പോകും ചേട്ടാ. സൗവർണി എന്നെ പുറന്തള്ളുന്നൊരവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പോലും ആവുന്നില്ല. സന്ദീപേ, ദേവി അവളെ നിനക്ക് വേണ്ടി ഒഴിവ് കണ്ടിട്ടുണ്ടെങ്കിൽ ആരുടെ പണിയും ഏൽക്കില്ല. എല്ലാം തെളിഞ്ഞ് നേർവഴിക്ക് വരും. സന്ദീപോ, വാ ഇരിക്കുമോനെ. സുരേട്ടാ, സുരേട്ടാ, ആരെ വന്നേ നോക്കിയേ. അല്ല മോനെ, മോനിതെങ്ങനെ അറിഞ്ഞു? സന്ദീപ് ദിവസവും അമ്പലത്തിലും കടയിലൊക്കെ വരുന്നല്ലേ, കടയിൽ നിറഞ്ഞതായിരിക്കും. ആ, സുരേട്ടനെ രാത്രിയാന്നുള്ള ഒരു വിചാരമില്ല. പലയിടത്തെ തെരുവ് ലൈറ്റൊന്നുമില്ല. അവിടേക്കൊന്ന് ശ്രദ്ധിച്ചടക്കണ്ടേ? അതില്ല. സാധാരണ ദേവൂട്ടി വണ്ടിയിൽ കൂടെ കൊണ്ടുവരുന്നതാ. ഇന്നലെ പക്ഷെ അവളും നേരത്തെ പോന്നു. നീ പോയി സന്ദീപിന്റെ ചായ എടുക്ക്. ആ, ഇപ്പൊ വരാം. നീ അങ്ങോട്ടൊന്ന് വന്നേ. അങ്കിൾ, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് കടയിൽ ചെന്നപ്പോ കേട്ടത്. നീ കടയിൽ നിന്ന് കേട്ടതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ കൂലിക്ക് ആളെ വെച്ച് അടുപ്പിച്ചത് നീയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. 4-5 മാസമായില്ലേ ഞാൻ നിന്നെ ഇവിടെ കാണാൻ തുടങ്ങിയിട്ട്. ഏതിരട്ടത്ത് നിന്നെ കണ്ടാലും എനിക്ക് നിന്നെ തിരിച്ചറിയാൻ സാധിക്കും. ഞാനല്ല, ഞാൻ ആരെയും വെച്ച് അടുപ്പിച്ചതല്ല എന്ന് പറഞ്ഞ് തടിയൂരാൻ നിനക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ചുരുങ്ങിയ പക്ഷം പകലിട്ടിരുന്ന ആ ഷർട്ട് നിനക്ക് മാറ്റാമായിരുന്നു. അതുപോലും ചെയ്യാത്ത നീ എന്തിനാണ് നിരപരാധി ചമയുന്നത്? അങ്കിൾ, അത് ഞാനല്ല. എനിക്ക് അങ്കിളിന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഇതിനിടയിൽ ആരോ കളിച്ചിട്ടുണ്ട്, അതിനൊരു സംശയമില്ല അങ്കിൾ. എന്റെ കണ്ണുകളെയും എന്റെ ചെവികളെയും എനിക്ക് നിന്നെക്കാൾ വിശ്വാസമുണ്ട്. നിനക്ക് വേണ്ടി നിന്റെ കൂടെ ഉണ്ടായിരുന്നവർ നടത്തിയ വെല്ലുവിളി ഞാൻ കേട്ടതാണ്. ഇതുകൊണ്ടൊന്നും ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയില്ല. ദേവൂട്ടിക്ക് കല്യാണം ആലോചിക്കും. കാര്യങ്ങൾ ഒത്തുവന്നാല് അത് നടത്തും. നീ ഇനി എന്റെ തല തന്നെ വെട്ടിയെടുക്കുമെന്ന് പറഞ്ഞാലും അതിൽ നിന്ന് പിന്നോട്ടില്ല. അങ്കിൾ,
എനിക്കതിലൊരു പങ്കുമില്ല. സത്യം എന്താണെന്ന് അന്വേഷിക്കട്ടെ. അതിനുശേഷം ഞാൻ അങ്കിളിനെ കണ്ട് ബോധ്യപ്പെടുത്തും.